ലെജൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളോടുള്ള അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്, എന്ത് ആക്ഷനാണ് അവർ എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതുമാണ്. അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്കിവിടെ ആദ്യം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ, ഇപ്പോ നിങ്ങളുടെ ഒരു പേഴ്സൺ വളരെ എന്തൊക്കെയോ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട്, അതായത് എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കാത്ത രീതിയിലുള്ള കുറെ എക്സ്പെക്ടേഷൻ വെച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് വളരെ ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ കാരണം കൊണ്ട് തന്നെ അത്തരം ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത അവരുടെ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതായിട്ട്, അതിന്റെ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി കൊണ്ടുള്ള അതിൻ്റെതായിട്ടുള്ള ചില പരിണിത ഫലങ്ങൾ അവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഡയറക്ഷൻ ലോസ് വന്നതായിട്ട്, അതായത് ഒരു കാര്യത്തിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നറിയാതെ, അതുപോലെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ഒക്കെ അറിയാതെ നിന്നിട്ടുള്ളതായിട്ടും, അതിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവര് വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതായത് അവരിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം അവർക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവരിപ്പോ ചിന്തിക്കുന്നത്, അതായത് അവർക്ക് ഒരു കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവര് കാണുന്നത്, അതായത് എല്ലാവരും ഒരു കാര്യം എങ്ങനെ നോക്കി കാണുന്നു ആ രീതിയിലല്ല അവരതിനെ നോക്കി കാണുന്നത്, മറ്റൊരു രീതിയിൽ കാണുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവര് ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇവര് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഒരുതരം ഒറ്റപ്പെടൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരം ഒരു ഒറ്റപ്പെടൽ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവരവരോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, അതായത് അവരുടെ പ്രശ്നങ്ങൾ അവർ അനലൈസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് ഒരു അവസരം നഷ്ടപ്പെടുത്തിയതായിട്ടും ആ അവസരത്തെ ഓർത്ത്, അല്ലെങ്കിൽ ആ ഒരു ചാൻസിനെ ഓർത്ത് അവര് വളരെയധികം വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളിപ്പോ റിലേഷൻഷിപ്പ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഈ റിലേഷൻഷിപ്പില് ഒരുപക്ഷെ നിങ്ങൾ ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ഒന്നിച്ചുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അതിനെ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചിട്ടുള്ള ഒരു വേദനയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ അവർക്ക് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എവിടേക്കോ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഒരു നഷ്ടം അവർക്ക് വന്നിട്ടുള്ളതായിട്ടും, അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തതായിട്ട്, ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ പെരുമാറിയതിന്റെ ഒരു എഫക്റ്റ് അവര് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് തനിക്ക് പറ്റിയിട്ടുള്ള പാളിച്ചകൾ എന്ന് അവര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി അവരുടെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവണം എന്ന് അവര് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിങ്ങൾ മാത്രമല്ല, മറ്റ് ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ
അങ്ങനെ പല വ്യക്തികളുടെ ഇടപെടലൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇപ്പൊ അവരൊന്ന് സൈലന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ ആർഗ്യുമെന്റും പ്രശ്നങ്ങളും എല്ലാം മാറി ഒരു ലവേഴ്സ് എനർജിയിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി ഉണ്ടാവണമെന്നും നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവണമെന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആണെന്നും വളരെ ഒരു തമ്മിൽ ഒരു അത്രയും നല്ലൊരു അട്രാക്ഷൻ, ഒരു ഡീപ്പ് ലവ് എല്ലാം ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അത് അതുപോലെ തിരിച്ച് കിട്ടണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഒരു 4 ഓഫ് വാൻസ് എനർജിയിലേക്കാണ്. അതായത് 4 ഓഫ് വാൻസ് നിങ്ങൾക്കറിയാം അത്രയും ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെന്റ് ആണ്. അത്തരം ഒരു ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെന്റ് ആണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ. അത് പലർക്കും അതൊരു എൻഗേജ്മെന്റ്, വിവാഹം പോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് അവരുടെ ഫാമിലി ഒന്നിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സെലിബ്രേഷൻ ആയിട്ട്, ഒരു എല്ലാവരും ഒന്നിച്ചുള്ള ഒരു സെലിബ്രേഷൻ ആയിട്ട്, ഒരു ഹാർമണി ഒക്കെയാണ് ഇവര് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ 11 കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ റെസനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റീഡിങ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സോൾമേറ്റ് എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ട് ട്വിൻ ഫ്ലെയിം എനർജി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവര് അങ്ങനെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളോട് അത്രയും അധികം ഒരു അട്രാക്ഷൻ അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇനി അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് മുന്നോട്ട് വരുന്നുണ്ട്. അവര് ഒരു ട്രാൻസിഷൻ അവരുടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്നു. അവര് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ച കാര്യങ്ങളായിരിക്കാം. അത്തരം കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ഒരു ഇമോഷണൽ ബാഗേജിൽ നിന്നെല്ലാം അതിനെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ആ മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും ഒരു 9 ഓഫ് കപ്പ് എനർജിയിലേക്കാണ് അവർ വരുന്നത്. ഓക്കെ, അത് അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു വിഷ് കം ട്രൂ സിറ്റുവേഷൻ ആണ്. അത്രയും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. അതാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ അവര് തീർച്ചയായിട്ടും ഒരു മൂവ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. അവർ മുന്നോട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത്രയും കപ്സ്, 9 ഓഫ് കപ്സ് ആണ്, അത്രയും കപ്സുമായിട്ടാണ് അവർ വരുന്നത്. അത്രയും ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുന്ന, അത്രയും ഇമോഷണലി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫും കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് സെലിബ്രേഷൻ ആണ്. നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു സെലിബ്രേഷൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് പലർക്കും ഈ പറഞ്ഞതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്, വിവാഹം പോലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അതുപോലെ ഒരു ഹാപ്പിനെസ് ആണ്, ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. അവർ വരുമ്പോഴാണെങ്കിലും നിങ്ങൾ ഒന്നിച്ച് അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് മറ്റ് പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ലൈഫിൽ നിലവിൽ ഉണ്ടായിരിക്കാം. അതായത് അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന വേറെ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും അവര് സ്വീകരിക്കുന്നില്ല. അവർ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളിലോട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇതിനൊരു റീബർത്ത് ഉണ്ടാവണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള ഈ എന്ത് തന്നെയാണോ ഫേസ്, ഇതിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയെയും ഒഴിവാക്കി, എല്ലാ നെഗറ്റിവിറ്റിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക്, ഒരു പുതിയ തുടക്കമാണ് അവര് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നിലവിൽ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സിറ്റുവേഷൻ തന്നെ മാറി അതിനൊരു ട്രാൻസ്ഫോർമേഷൻ വന്ന് ഒരു പുതിയ ഒരു സൈക്കിൾ തന്നെയാണ് ആരംഭിക്കാൻ പോകുന്നത്. ആ ഒരു പുതിയ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ്, സെലിബ്രേഷൻ, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ ഫുൾഫിൽമെന്റ് എല്ലാം ലഭിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ഇടുക്കി ഡിസ്ട്രിക്ട്, ചോതി നക്ഷത്രം, ലെറ്റർ യു, അശ്വതി നക്ഷത്രം, ലെറ്റർ എൻ, നമ്പർ 9, അവിട്ടം നക്ഷത്രം, നമ്പർ 20, ഓഗസ്റ്റ് മന്ത്, ലെറ്റർ ആർ, ലെറ്റർ എം, കാർത്തിക നക്ഷത്രം, ലെറ്റർ ഡബ്ല്യു, കൊല്ലം ഡിസ്ട്രിക്ട്, മലപ്പുറം ഡിസ്ട്രിക്ട്.
ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക, ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത റീഡിംഗ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.